പോരാളി ഷാജിയെ കുറിച്ചല്ല എം വി ജയരാജൻ അവിടെ പറഞ്ഞത്, അതിന്റെ വ്യാജ പ്രൊഫൈലിനെ കുറിച്ചാണോ? ആ പേജിനെ കുറിച്ചായിരുന്നില്ലേ? അല്ല, ഒരു എത്ര പേജ് ഉണ്ട് പോരാളി ഷാജി എന്ന പേര്? പോരാളി ഷാജി ഒഫീഷ്യൽ, പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം? 10 ആണോ 100 ആണോ? എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? ഇപ്പം എം വി ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും, എം വി ജയരാജൻ്റെതാണെന്ന് അറിയും. അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട്, ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല. അപ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത്. അപ്പോൾ അത് ആരാണ്? ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ, ഒറിജിനൽ വരുന്നതേ ഇല്ല. ആരാണെന്ന് അറിയില്ല, അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല, അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതോ ഒരു സിനിമയിലൊരു രംഗം ഉണ്ടായി. 8 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഈ പോരാളി ഷാജിക്കുള്ളത്. അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ്. ആ പോരാളി ഷാജിയെയും CPM-ന് അറിയില്ല എന്നാണ്. അത് ആരതാന്ന് അറിയില്ല. ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആൾ കൊടുക്കുന്നതല്ല. ഏത് നമ്മുടെ റഹീമിനോട്, ഈ എരണം കെട്ടവൻ അറിയില്ല. അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം. ഇതാണ് ഞാൻ പറയുന്നത്. കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം, എന്നിട്ട് അയാൾ പറയണം. ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല. അഡ്മിൻ ഓൺലിയാണ്, ഞാനാണ് ഇതിനെ നയിക്കുന്നത്, ഞാൻ മാത്രമേ പോസ്റ്റ് ഇടാൻ പാടുള്ളൂ. സ്വാഭാവികമായ സ്ട്രാറ്റജി ആയിരിക്കില്ലേ എതിരാളികൾ ഇടതനുകൂല പേജുകൾ കവർ ഡ്യൂപ്ലിക്കേറ്റ് വ്യാപകമായി ഉണ്ടാക്കുകയും അതുവഴി ഇടതുവിരുദ്ധ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. അത് സ്വാഭാവികമായ ഒന്നായി കരുതിക്കൂടാ. അതിന് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ പലർക്കും സാധിക്കും. ഇത് UDF കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം. അവരെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ്. നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്, ആശയപ്രചരണമായിരുന്നു. അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി. മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി. പഴയ പോരാളി ഷാജി യഥാർത്ഥമായിരുന്നു. പഴയ പോരാളി ഷാജി ആരാന്നറിയില്ല. കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട്, എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല, നോക്കണം. ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം. ഞാൻ പറഞ്ഞതിൻ്റെ സംഗതി മനസ്സിലായല്ലോ. പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് 10 100 വന്നിട്ടുണ്ട്. ഈ 10 100 വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ
എം വി ജയരാജനാണെങ്കിൽ എം വി ജയരാജൻ ധൈര്യത്തോടെ പറയണം. ഇതേ ഞാൻ പറഞ്ഞു. യെസ്, അതിലൊരു തർക്കമില്ല. പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ. അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു. അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സമില്ല. അങ്ങനെ ചില പരാതികൾ കൊടുത്തു. ഇതിനെ തുടർന്ന് സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ. സജി ചെറിയാൻ ഈ പറഞ്ഞ കമൻറ്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ LDF ഒരു പരാതി കൊടുത്തിരുന്നു. അതിലൊരു കേസും ഉണ്ട്. അല്ലല്ല, അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ വീക്ഷിക്കണം. അതിന് എം വി ജയരാജനാണ് ഉദാഹരണം. നിങ്ങൾ വേറെ ആരും എടുക്കണ്ട. എം വി ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും ഇടതുവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു എം വി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഈ പോരാളി ഷാജിക്കെതിരെ കോൺഗ്രസും വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു നേരത്തെ. ഇപ്പൊ നിർത്തിയോ അവര്? ഇപ്പൊ നിർത്തിയിട്ടുണ്ടോ? അല്ല, ചോദിക്കുക. ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം, കോൺഗ്രസിന്റെ ഈ ആഹ്വാനം. എന്താ അവര് പറയുന്നത്? CPIM ഫ്രെയിം ഇട്ട് ഫേക്ക് ID ഉണ്ടാക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതേ കാര്യം തന്നെയാണ് കോൺഗ്രസ് വടകരയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് പറയാം. ഉദാഹരണത്തിന് കോൺഗ്രസ്സുകാർ അവർ പറയുന്നത് ഇപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാഫർ പ്രയോഗം അല്ലെങ്കിൽ പരാമർശം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. കാഫർ നോട്ട് ചെയ്തത് എന്ന് UDF തന്നെ പ്രചരിപ്പിച്ചു എന്നൊരു പ്രചാരണം വന്നു. അപ്പോൾ അതിന്റെ പരാതിയും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അതെവിടെയും എത്തിയിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി തന്നെ ഈ വ്യാജമായ കാര്യങ്ങൾ അങ്ങനെ കാണല്ല. അത് നിങ്ങൾ എല്ലാം സമന്മാരാണ്, എല്ലാം ഒരുപോലെയാണ് എന്ന ഒരു അരാഷ്ട്രീയ അരാജക ചിന്തയിലേക്ക് നയിക്കുന്നത്. ഇത് ഞാൻ തെളിവുകൾ ഹാജരാക്കിയിട്ടാണല്ലോ പറയുന്നത്. ടീച്ചർക്കെതിരായി അധിക്ഷേപം ഉയർന്നു വന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മളാരെങ്കിലും സൃഷ്ടിക്കുമോ? ടീച്ചർക്കെതിരായിട്ടല്ലേ ഇത്? ടീച്ചറുടെ ചിത്രം വെച്ചിട്ട് ഞാനത് ടീച്ചറത് കാണാതിരുന്നതാണ്, നിങ്ങളെല്ലാം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ചിത്രം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നമ്മളാരെങ്കിലും ചെയ്യുമോ? സംസ്കാര സമ്പന്നമായ കേരളീയ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യുമോ? അപ്പം അതുകൊണ്ട് ഇത് UDF നടത്തുന്നതിനെ ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യുന്നു, UDF ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പൊതുവൽക്കരണ സിദ്ധാന്തം ശരിയല്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തെറ്റായ വിധത്തിൽ ആരെങ്കിലും CPIMൻ്റെ ഫേസ്ബുക്ക് പേജിലോ പാർട്ടി നേതാക്കന്മാരുടെ പേജുകളിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തി തിരുത്തിക്കാൻ നോക്കുന്നവരാണ് CPIM. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെ നിങ്ങൾ വിലയിരുത്തരുത്. അത് പോലീസ് നോക്കിയല്ലേ അത്. കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് അവർ തന്നെ പറഞ്ഞു. അവർ തന്നെ പരാതി കൊടുത്തു, അവർ തന്നെ ഹൈക്കോടതി. എന്തെന്നായാലും വാട്സപ്പ് ഹർത്താൽ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആളെ പിടിച്ച് ജയിലിൽ വെച്ചിട്ടില്ലേ? അതിന് ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് കണ്ടെത്തിയതല്ലേ? അപ്പം അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. ഞാൻ സമൂഹത്തോട് പറയുന്നൊരു കാര്യം, ഇതിനൊരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാനിടയുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളാകെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, വ്യാജ പ്രൊഫൈലുകളും മറ്റുമായി വരുന്നതും ചിലപ്പോൾ ഇടത് അനുകൂലമാണെന്ന പേരിൽ വരുന്നതുമൊക്കെ കണ്ടാൽ അതൊന്ന് ക്രോസ് ചെക്കിങ് നടത്തണം. ഇനി തുറന്ന് ഞാനങ്ങ് പറയാം, MV ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജൻ്റെ ഫോൺ നമ്പർ 9447083325 എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്? സത്യമാണോ എന്ന് അന്വേഷിക്കണം.
എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സത്ത ഇതേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്രോസ് ചെക്കിങ് നടത്തണം. അത് ആർക്കും കൂടി ബാധകമാണ്. ആ 24 ചാനലിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ. എൻ്റെ കയ്യിൽ അന്നത്തെ പ്രസംഗമുണ്ട് താനും. എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ അന്തിച്ചർച്ചയും ഒഴിവാക്കാലോ. അപ്പോൾ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലെങ്കിൽ അപകടത്തിൽ ചെന്നുചാടും. ഇതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം, അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ഏതൊക്കെ ഘടകങ്ങളിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കണ്ടെത്താൻ കഴിയും. ഞാനിതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിൻ്റെ സാധനമായിരുന്നു. ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ തോന്നുന്നു.